ഞാനിതാ സ്പ്രിംഗ് ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു നാടൻ കോഴി വെച്ച പോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ചെറിയ ടൈപ്പ് കോഴി ആയതുകൊണ്ട് തന്നെ ഇത് നിറയ്ക്കാനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും എടുക്കുന്നത്. അപ്പോൾ കാടക്കോഴിയേക്കാൾ കുറച്ചുകൂടെ വലുപ്പമുള്ള ടൈപ്പ് കാലൊക്കെ കണ്ടില്ല, അത്രയും ഒരു ഇതായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മൊത്തം ഞാനിവിടെ 2 സ്പ്രിംഗ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തു. ഞാനിത് കുക്കറിലൊന്നല്ല കേട്ടോ, ഒരു പോട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഭയങ്കര ഈസിയാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പോട്ടിലേക്ക് 2 സവാള, ഒരു വലിയ തക്കാളി, 1-2 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു പേസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല, ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കട്ട് ചെയ്ത് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അതിൻ്റെ ഒരു എരിവിന് എത്ര നോക്കിയിട്ട് അത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പോരാ കേട്ടോ. ഇതുപോലെ തന്നെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഞെരടി എടുത്തിട്ട് ആ ഒരു സവാളയും തക്കാളിയൊക്കെ ഒന്ന് ഇങ്ങനെ കുഴഞ്ഞ് വരണം, ആ ഒരു പരുവത്തിലാക്കി എടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഉപ്പും മുളകൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ചേർത്തതൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിത് വഴറ്റുന്നൊന്നുമില്ല കേട്ടോ, ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നാറ് ഇതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ്. കാരണം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇനി ലാസ്റ്റ് ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഞാനൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ അടുപ്പത്ത് കുക്ക് ചെയ്യല്ലേ, അടി പിടിക്കാതിരിക്കാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുക്കറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വേവിച്ചെടുക്കുക. ഞാൻ ഇതുപോലെ പോട്ടിൽ ഏകദേശം ഒരു 10-12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1-2 തവണ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. കാരണം ഒരുപാട് വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ആ ഒരു വെള്ളം വരും, ആ സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നും ചിക്കനിൽ നിന്നൊക്കെ വെള്ളം വരും. അപ്പോൾ നല്ല രസത്തിൽ അങ്ങ് പാകമായിട്ട് കിട്ടുമേ. നിങ്ങൾക്ക് സ്പ്രിംഗ് ചിക്കൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചിക്കനും ഈ ഒരു രീതിയിൽ വഴറ്റാതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇത് വേവുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഒരു നാടൻ കറിയുടെ ഒരു നാടൻ ചിക്കൻ കറിയൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളിതാ കുറച്ചും കൂടെ എനിക്ക് തോന്നി വെളിച്ചെണ്ണ കുറവാണെന്ന്, അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ വഴറ്റുന്നൊന്നുമില്ലല്ലോ, എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേ. അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ അമർത്തി നോക്കിയപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ലാസ്റ്റ് ഞാനിതാ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. സാധാരണ നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഓരോന്നായിട്ട് വഴറ്റി മസാലപ്പൊടിയും എല്ലാം വഴറ്റി ഒരു പ്രത്യേക രീതിയിലല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് ടൈം എടുക്കുമല്ലോ. ഇത് ഭയങ്കര ഈസിയാണ്. സ്പ്രിംഗ് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-12 മിനിറ്റ് മതി. അല്ലാത്ത ചിക്കനാണെങ്കിൽ നമ്മളിത് ഇതുപോലെ വേവിച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടൊന്ന് കുക്കറിൽ ഒരു വിസിൽ വേവിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ പത്തിരിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ ഒരു കിടിലനായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് പണിയൊക്കെ തീർക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല, കാരണം അത്രയും ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ എപ്പോഴും പെട്ടെന്ന് ആരെയും വന്നാലും ഇനി അല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു കറിയുടെ ടേസ്റ്റ് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.